ശരീരത്തിൽ പ്രവേശിച്ച് 48 മണിക്കൂറിനകം മരണത്തിന് കാരണമായേക്കാവുന്ന ഒരു ബാക്ടീരിയ ജപ്പാനിൽ പടരുന്ന ഒരു വാർത്ത ശ്രദ്ധിച്ചു കാണുമല്ലോ. ആ ബാക്ടീരിയയുടെ വിശദാംശങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. STSS അഥവാ സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്നാണ് ഈ രോഗത്തിന്റെ പേര്. ജപ്പാനിൽ അതിവേഗം വ്യാപനം കൊള്ളുന്ന ഒരു രോഗമാണിത്. ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കൽ ബാക്ടീരിയ കാരണം ഉണ്ടാവുന്ന ഒരു രോഗമാണ് STSS എന്നുള്ളത്. അപകടകരമായ ഈ ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ 48 മണിക്കൂറിനകം കൃത്യമായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ മരണം സംഭവിക്കാവുന്നതാണ്. US സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിന്റെ കണക്ക് പ്രകാരം ഏകദേശം 30% ഈ രോഗത്തിന്റെ മരണനിരക്ക് എന്ന് പറയുന്നത്. ശരീരത്തിൽ പ്രവേശിച്ച് രക്തത്തിലൂടെ കിഡ്നി, ശ്വാസകോശം, ലിവർ എന്നീ അവയവങ്ങളെ മോശമായി ബാധിക്കുന്ന രീതിയിലാണ് ഈ രോഗത്തിന്റെ പ്രവർത്തന രീതി. തൊണ്ടവേദന, പേശിവേദന തുടങ്ങിയവയാണ് ഈ രോഗത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ. എന്നാൽ രോഗം മൂർച്ഛിക്കുന്നതോടുകൂടി അവയവങ്ങളുടെ പ്രവർത്തനത്തെ മോശമായി ബാധിക്കുകയും കടുത്ത പനി, താഴ്ന്ന രക്തസമ്മർദ്ദം എന്നീ നിലയിലേക്ക് പോയി മരണത്തിലേക്ക് അത് നയിക്കുകയും ചെയ്യും. പ്രമേഹമുള്ളവരിലും ആൽക്കഹോൾ കൺസപ്ഷൻ സ്ഥിരമാക്കിയ ആളുകളിലുമാണ് ഈ രോഗം ഗുരുതരമായിട്ട് ബാധിക്കുന്നത്. കോവിഡ് പോലെ അതിവ്യാപന ശേഷിയുള്ള ഒരു രോഗമല്ല ഇത്. എന്നാൽ വ്യക്തി ശുചിത്വവും മാസ്ക് ഉപയോഗവും തന്നെയാണ് ഈ രോഗം വരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട മുൻകരുതലുകൾ എന്ന് പറയുന്നത്. STSS എന്ന് പറയുന്നത് വായുവിലൂടെ പകരുന്ന ഒരു രോഗമല്ല. എന്നാൽ അടുത്ത സമ്പർക്കം, സ്പർശനം എന്നീ വഴികളിലൂടെയാണ് ഈ രോഗത്തിന്റെ വ്യാപനം സംഭവിക്കുന്നത്. ഇതൊരു പുതിയ രോഗമല്ല. ജപ്പാനിൽ എല്ലാ വർഷവും സംഭവിക്കുന്ന ഒരു രോഗമാണിത്. പക്ഷേ ഈ തവണ അതിന്റെ വ്യാപനം ഏറെ കൂടിയതാണ് ഇത്രയേറെ ആശങ്കയ്ക്ക് കാരണമായത്. ആന്റിബയോട്ടിക്സ് ഉപയോഗിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഈ രോഗബാധിതർക്ക് നൽകുന്നത്. കൂടാതെ രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ ആശുപത്രിയിലെ ചികിത്സയും അത്യാവശ്യം തന്നെയാണ്.